ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ ഒക്കെ ചെയ്യാതായിട്ട് ഞാൻ നിങ്ങളെ എങ്ങനെ വെൽക്കം ചെയ്യുന്ന വരെ എന്നെ മറന്നു വയ്ക്കണ ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റൊന്നുമല്ല, ഇന്ന് മഞ്ഞൾ പുഴുങ്ങിയെടുക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണെന്ന് വിചാരിക്കണേ. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വീട്ടിൽ കൃഷികളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നവർ, കൂടുതലൊന്നല്ലായിട്ട് ചെറിയ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പം മഞ്ഞൾ പുഴുങ്ങാൻ വേണ്ടിയതാണ് നമ്മളൊരു ഉള്ളതിലേക്ക് പഴയ ഒരു ചെമ്പട്ടിയൊക്കെ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളുള്ള പുതിയ ചെമ്പട്ടിയൊന്നും എടുത്ത് കയറ്റി വെക്കണ്ട, കാരണം പുഴുങ്ങിയെടുക്കാനുള്ള മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ഉള്ളതിൽ പഴയ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഒരു ഓട്ടോപാത്രം എടുത്തിട്ട് ഓട്ടോപാത്രത്തിൽ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ മൂടി വെക്കണം. അപ്പോൾ എൻ്റെ ഉമ്മയാണ് ചെയ്യുന്നത്, ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ കൂടുതലും പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും. എല്ലാ പൊടികളും, മഞ്ഞൾപ്പൊടി ആയാലും മുളക് പൊടി ആയാലും എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും. കുറേ കാലങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മേൻ്റെ മഞ്ഞളായാലും പിന്നെ മുളക് ഇപ്പോൾ കുറച്ചായിട്ട് കാശ്മീരി മുളകൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് മുളകിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ട്. പക്ഷെ മഞ്ഞളൊക്കെ നമ്മൾ കുറേ ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊടിച്ചുണ്ടാക്കലാട്ടോ. അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തരാണ്. മഞ്ഞൾ നമ്മൾ നേരിട്ട് കഴുകി അങ്ങനെ ഉണക്കി ഇതാക്കണ്ട. ഭയങ്കര കുത്തലുണ്ടാവും മഞ്ഞൾപ്പൊടിക്ക് ഒരു തരം, ഭയങ്കര കുത്തലായിരിക്കും. അത് അങ്ങനെ നേരിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കുത്തൽ ഒഴിവാകും ചെയ്യും. പിന്നെ നമ്മൾ മഞ്ഞളിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊന്നും എവിടെയും പോകില്ല ഇങ്ങനെ പുഴുങ്ങിയെടുത്ത് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ കഴുകി കൊണ്ടുവന്ന് ഇനി ചെയ്യാനുള്ളതാണ് കേട്ടത്. ഈ മഞ്ഞൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കഴുകിയതും വൃത്തിയാക്കിയതും കാണിച്ചു തരികയാണ് കേട്ടോ. അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നമ്മൾ വീട്ടിൽ ചെയ്തത് കൊണ്ട് എടുത്ത് പറയല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കമൻറ്റിൽ വരരുത് ആരും. അത്രയും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞൊരു മഞ്ഞൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ കാണിച്ചത്, ഒരുപാട് കുഞ്ഞ് തന്നെയാണ് കേട്ടോ, കൂടുതലും കുഞ്ഞതാണ്. അതിൽ വലുതുണ്ട്, വലിയ ഐറ്റംസ് അതുണ്ട്, ചെറുതുണ്ട്, അതിൻ്റെ നടുക്കുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ കഴുകി നല്ല ക്ലീനാക്കി, നല്ല മണ്ണൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത്യാവശ്യം കൊട്ടയിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ നല്ല ആദ്യം ക്ലീനാക്കി എടുത്തത്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇങ്ങനെയുള്ള പച്ചക്കറികളായാലും ഇങ്ങനെ മഞ്ഞളായാലും ഇഞ്ചി, എൻ്റെ വീട്ടിൽ ഇഞ്ചി, കിഴങ്ങിൻ്റെ ഒക്കെ ഞാൻ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുറച്ച് നമ്മൾ ആദ്യം വെച്ചത് പുഴുങ്ങി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ആവി വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നമ്മളൊന്ന് ജസ്റ്റ് കുറേശ്ശെ വേണം നമ്മൾ പുഴുങ്ങിയെടുക്കാൻ. ഇത് കാണുമ്പോൾ ഒരുപാട് തോന്നും, ഫസ്റ്റിൽ നമുക്ക് ഒരുപാട് തോന്നിക്കുന്നുണ്ട്. ഇതായി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടോ, ഇത് വലുതൊക്കെ ഇതുപോലെ ഇങ്ങനെ നടുക്കൊന്ന് കീറി കൊടുക്കണം, എന്നാലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. മറ്റത് ഉണങ്ങി കിട്ടൂല. ചിലത് ചെറിയത് പെട്ടെന്ന് ഉണങ്ങും ചെയ്യും, വലുത് അതുപോലെ കിടക്കും. അപ്പോൾ നമുക്ക് നല്ല ഉണക്കായാലും നല്ല പൊടിയായിട്ട് കിട്ടുമല്ലോ. ആ ഒരു കുത്തുന്ന ആ ഒരു ഇത് നോർമലാവും, നല്ലൊരു ഉണക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ. മഞ്ഞൾ ഒരുപാട് അങ്ങനെ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങി പോകാനും പാടില്ല. ഇതിന് മഞ്ഞളിനൊരു ഉണക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കണക്ക് ഒരു 3-4 ദിവസം ഉണക്കമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ മഞ്ഞളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഉണക്കി ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ.